നിങ്ങളൊരു ക്രിപ്റ്റോ യൂസറാണോ? എയർ ഡ്രോപ്പ് ഒക്കെ ചെയ്യുന്നവരാണോ? എങ്കിൽ നിങ്ങൾക്ക് മെറ്റാമാസ്ക് വാലറ്റിനെ കുറിച്ച് എന്തായാലും അറിയാമായിരിക്കുമല്ലോ. നീണ്ട 5 വർഷങ്ങൾക്ക് ശേഷം അവരവരുടെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. യെസ്, മെറ്റാമാസ്ക് അവരുടെ നേറ്റീവ് കോയിൻ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നു. സോ ഈ അടുത്താണ് മെറ്റാമാസ്ക് അവരുടെ കോയിൻ ലോഞ്ച് അനൗൺസ് ചെയ്യുന്നത്. സോ ആ ഒരു കോയിൻ ലോഞ്ചുമായി ബന്ധപ്പെട്ട് അവരുടെ കോയിൻ ലോഞ്ച് ചെയ്യുന്ന ടൈമിൽ മെറ്റാമാസ്ക് വാലറ്റ് യൂസേഴ്സിനൊക്കെ അവർ എയർ ഡ്രോപ്പ് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വെറുതെ വാലറ്റ് യൂസ് ചെയ്യുന്നവർക്കൊന്നും അവർ കൊടുക്കില്ല. പിന്നെ ആർക്കാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ ഹായ്, ഹലോ, നമസ്കാരം, വെൽക്കം ടു ഫൺസി, ഇറ്റ്സ് മീ ജൂലിയ. സോ ഗൈസ്, മെറ്റാമാസ്ക് അവരുടെ സീസൺ 1 റിവാർഡ് പ്രോഗ്രാം കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ സീസൺ 1 30 മില്യൺ ലിനിയ ടോക്കൺസ് ആണ് അവർ റിവാർഡായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിലൂടെ നിങ്ങൾക്ക് പോയിൻറ്റ്സ് നേടാനായിട്ട് സാധിക്കും. സോ ഈ പോയിൻറ്റ്സിനനുസരിച്ചിട്ടായിരിക്കും ലിനിയ ടോക്കൺസ് ലഭിക്കുക. അപ്പോൾ ഇനി ഈ ഒരു പോയിൻറ്റ്സ് കൊണ്ട് ലിനിയ മാത്രമാണോ ലഭിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അവരുടെ ഫ്യൂച്ചർ കോയിൻ ലോഞ്ചിങ് ടൈമിൽ ആ ഒരു കോയിന് റിവാർഡും ഈ ഒരു പോയിൻറ്റ്സിനനുസരിച്ചിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇനി നമുക്ക് ഈ ഒരു മെറ്റാമാസ്കിൻ്റെ സീസൺ 1 റിവാർഡ് പ്രോഗ്രാമിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്നും എങ്ങനെ ഇതിലൂടെ പോയിൻറ്റ്സ് നേടാമെന്നും ഒക്കെ നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൊണ്ട് ഞാൻ പ്രത്യേകം പറയാം. ഫസ്റ്റ് നിങ്ങൾക്ക് 250 പോയിൻ്റ് മാത്രമേ ഫ്രീ ആയിട്ട് ലഭിക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് പോയിൻറ്റ്സ് നേടണമെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ ഫണ്ട് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഫണ്ട് ഇല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു 250 പോയിൻ്റ് മാത്രം നിങ്ങൾ നേടി വെക്കുക. ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഭാവിയിൽ യൂസ് ആയേക്കാം. സോ എന്തായാലും നിങ്ങൾ ജസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ആദ്യം തന്നെ നിങ്ങൾക്ക് മെറ്റാമാസ്ക് വേണം. സോ ഓൾറെഡി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ മെറ്റാമാസ്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആൻഡ്രോയിഡിലും iOS-ലും ഒക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടിൻ്റെയും കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് യൂസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ദെൻ നിങ്ങളിതാ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. ക്രിയേറ്റ് എ വാലറ്റ് എന്നും ഇമ്പോർട്ട് ആൻ എക്സിസ്റ്റിംഗ് വാലറ്റ് എന്നും കാണിക്കും. സോ നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുക. അതല്ലെങ്കിൽ ഒരു വാലറ്റ് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എനിക്ക് ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്തതാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഇമ്പോർട്ടാണ് കൊടുക്കുന്നത്. ആൻഡ് ഇമ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളവിടെ റിക്കവറി ഫ്രേസും അതേപോലെ തന്നെ പാസ്വേഡും കൊടുത്തിരുന്നാൽ മാത്രം മതി. അപ്പോൾ ആ മെറ്റാമാസ്ക് നമ്മുടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനി ഇവിടെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് നിങ്ങൾക്ക് അവിടെ റിവാർഡ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ കാണാനായിട്ട് സാധിക്കും. റിവാർഡ്സ് എടുക്കുക. ദെൻ ഇവിടെ നിങ്ങൾ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. പിന്നെ ഇവിടെ എങ്ങനെയാണ് പോയിൻറ്റ്സ് ഏൺ ചെയ്യുന്നതെന്നുള്ളതൊരു ട്യൂട്ടോറിയൽ പോലെ ജസ്റ്റ് അവർ കാണിക്കും. ജസ്റ്റ് നെക്സ്റ്റ് കൊടുത്ത് വിടുക. ദെൻ ഇവിടെ നിങ്ങൾക്കൊരു റെഫറൽ കോഡ് അടിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു കോഡ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 250 പോയിൻറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കോഡ് മിസ് ചെയ്യാതെ കൊടുക്കുക. എങ്കിൽ മാത്രം നിങ്ങൾക്ക് 250 പോയിൻറ്റ്സ് ഫ്രീ ആയിട്ട് ലഭിക്കുള്ളൂ. സോ ആ ഒരു കോഡ് എന്താണെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങളത് നോക്കി കോഡ് കൊടുത്തെന്നാലും മതി. സോ കോഡ് കൊടുത്തതിന് ശേഷം ക്ലെയിം പോയിൻറ്റ്സ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ക്ലെയിം പോയിൻറ്റ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു 250 പോയിൻറ്റ്സ് അവിടെ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് 250 പോയിൻ്റ് ഉണ്ട്. 500 പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെവൽ 1 കംപ്ലീറ്റ് ആവുള്ളൂ. ലെവൽ 2ലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ 500 പോയിൻറ്റ്സ് വേണം. അപ്പോൾ നിങ്ങൾക്ക് താഴേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ എങ്ങനെയാണ് ഏൺ ചെയ്യേണ്ടത്, വേസ്റ്റ് ടു ഏൺ ടാസ്കുകളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. സ്വാപ്പ്, പെർപ്സ്, റെഫർ ഫ്രണ്ട്, ലോയാലിറ്റി, 4 തരം ടാസ്ക് ആണ് അവിടെ ഉള്ളത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്വാപ്പ് ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു $100 നിങ്ങൾ സ്വാപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 80 പോയിൻറ്റ്സോളം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഒരു കാര്യം നിങ്ങളോട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഫീ ഭയങ്കരമായിട്ടും കൂടുതലായിരിക്കും. മെറ്റാമാസ്കിൽ പൊതുവേ കുറവാണെങ്കിലും ഈ ഒരു കേസിൽ നിങ്ങൾക്ക് അവിടെ നല്ല രീതിയിൽ ഫീ കൂടുതലായിരിക്കും. സോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫീ പോകുന്നതൊക്കെ ശ്രദ്ധിച്ച് വേണം നിങ്ങളത് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലൊന്നും കുഴപ്പമില്ല. നിങ്ങളുടെ ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. യാതൊരു കുഴപ്പമില്ല. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പെർപ്പച്വൽ ട്രേഡിംഗ് ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് ട്രേഡിംഗ് ചെയ്യാവുന്നതാണ്. $100 നിങ്ങൾ ട്രേഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 10 പോയിൻറ്റ്സോളം ലഭിക്കുന്നതായിരിക്കും. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റെഫറാണ്. ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ റെഫർ ചെയ്യാവുന്നതാണ്. സോ റെഫർ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് അവർ മെറ്റാമാസ്ക് എടുത്തത് കൊണ്ടും ഒരു കാര്യവും ഇല്ല. അവർ ഇതിലൂടെ ട്രേഡോ സ്വാപ്പോ ഒക്കെ ചെയ്ത് പോയിൻറ്റ്സ് നേടണം. എങ്കിൽ മാത്രമേ ആ ഒരു റെഫറൽ പോയിൻറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക.
നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലോയാലിറ്റി ബോണസ് ആണ്. സോ നിങ്ങൾ നേരത്തെ ട്രേഡൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു അക്കൗണ്ട് ഇവിടെ ആഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള പോയിൻറ്റ്സ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കറൻ്റ്ലി സീസൺ 1 ഇത്രയൊക്കെയാണ് പോയിൻറ്റ്സ് നേടാനുള്ള വഴികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ കൂടുതൽ പോയിൻറ്റ്സ് നേടുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം. സോ കൂടുതൽ പോയിൻറ്റ്സ് ഉള്ളവർക്ക് 30 മില്യൺ ലിനിയ ടോക്കൺസിൻ്റെ ഒരു ഷെയർ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഫ്യൂച്ചറിൽ അവരുടെ എയർ ഡ്രോപ്പിൻ്റെ ഒരു ഷെയറും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ പോയിൻറ്റ്സ് നേടാനായിട്ട് ശ്രമിക്കുക. പിന്നെ പോയിൻറ്റ്സ് നേടിയാൽ മാത്രം പോരാ, മെറ്റാമാസ്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പണ്ട് മുതലേ യൂസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ മെറ്റാമാസ്ക് തന്നെ എല്ലാ ട്രാൻസാക്ഷനും വേണ്ടി യൂസ് ചെയ്യുക. സ്ഥിരം എയർ ഡ്രോപ്പ് ഒക്കെ ചെയ്യുന്നവർ എല്ലാ ട്രാൻസാക്ഷൻസും ഈ ഒരു മെറ്റാമാസ്കിലൂടെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ കൂടുതൽ നിങ്ങൾ മെറ്റാമാസ്ക് യൂസ് ചെയ്യുക. മിനിമം ഒരു TG സമയം വരെയെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ ഈ ഒരു മെറ്റാമാസ്ക് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ മെറ്റാമാസ്കിൻ്റെ എല്ലാ ഫീച്ചേഴ്സും മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് തന്നെ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ഈ ഒരു പോയിൻറ്റ്സിനെ ബാധിക്കുന്നൊരു കാര്യം തന്നെയാണ്. സോ നിങ്ങൾ നല്ല രീതിയിൽ പോയിൻറ്റ്സ് നേടാനായിട്ട് ശ്രമിക്കുക. എല്ലാ രീതിയിലും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്ത് പോയിൻറ്റ്സ് നേടുക. ഇവരുടെ നേറ്റീവ് കോയിൻ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു റിവാർഡ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ചാൻസ് നിങ്ങൾ മിസ് ചെയ്യാതെ യൂസ് ചെയ്യാനായിട്ട് തന്നെ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലതായിട്ട് വരുന്നവരെ ബൈ ഗായ്സ്.